മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ നേട്ടം ഒമാൻ മുന്നോട്ട്. സമുദ്ര സുരക്ഷയും പ്രാദേശിക സമാധാനവും UN ചർച്ചയിൽ ഒമാൻ. ഡിജിറ്റൽ കരുത്തിൽ വൻ കുതിപ്പ്. ഒമാൻ സമ്പദ് വ്യവസ്ഥ ശക്തം. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ആഗോള മാധ്യമ സ്വാതന്ത്ര്യ രംഗത്ത് ശ്രദ്ധേയമായ മുന്നേറ്റം കൈവരിച്ചു ഒമാൻ സുൽത്താനേറ്റ്. റിപ്പോർട്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് പുറത്തിറക്കിയ 2026 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ കഴിഞ്ഞ വർഷത്തെ 134 സ്ഥാനത്തിൽ നിന്ന് 7 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 120 റാങ്കിലെത്തിയാണ് ഒമാൻ ഈ നേട്ടം കൈവരിച്ചത്. അറബ് രാജ്യങ്ങളിൽ 4 സ്ഥാനവും ഗൾഫ് രാജ്യങ്ങൾക്കിടയിൽ ശ്രദ്ധേയ പുരോഗതിയും ഒമാൻ സ്വന്തമാക്കി. മൗറിത്താനിയ, ഖത്തർ, ലെബനൻ എന്നീ രാജ്യങ്ങളാണ് പട്ടികയിൽ ഒമാനേക്കാൾ മുന്നിലുള്ളത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സ്ഥിരതയാർന്ന മുന്നേറ്റമാണ് രാജ്യം രേഖപ്പെടുത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. 2024 137 സ്ഥാനത്തുണ്ടായിരുന്ന ഒമാൻ 2025 134 ഉയർന്നതിനു പിന്നാലെയാണ് ഇപ്പോഴത്തെ പുരോഗതി. മാധ്യമ പ്രവർത്തനത്തിനുള്ള തടസ്സങ്ങൾ കുറയ്ക്കാനും കൂടുതൽ സുതാര്യവും ഉത്തരവാദിത്തപരവുമായ മാധ്യമ സംസ്കാരം പ്രോത്സാഹിപ്പിക്കാനും ഭരണകൂടം സ്വീകരിച്ച നടപടികൾ ഈ നേട്ടത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നു. ഇതേ സൂചികയിൽ ഇന്ത്യ 151 സ്ഥാനത്താണ്. നോർവേയാണ് പട്ടികയിൽ 1 സ്ഥാനത്ത് തുടരുന്നത്. പുതിയ മീഡിയ നയം, നിയമപരിഷ്കാരങ്ങൾ, മാധ്യമ സ്വാതന്ത്ര്യത്തിന് നൽകുന്ന പ്രാധാന്യം എന്നിവ രാജ്യത്തിന്റെ റാങ്കിംഗ് ഉയരാൻ സഹായിച്ചു. സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് പുറപ്പെടുവിച്ച റോയൽ ഉത്തരവ് 58/2024 പ്രകാരം കൊണ്ടുവന്ന പുതിയ മാധ്യമ നിയമം ഈ രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ദശകങ്ങൾ പഴക്കമുള്ള അച്ചടി പ്രസിദ്ധീകരണ നിയമം, സ്വകാര്യ റേഡിയോ TV നിയമം, കലാസൃഷ്ടികളുടെ സെൻസർഷിപ്പ് നിയമം എന്നിവ ഏകോപിച്ചാണ് പുതിയ നിയമം നടപ്പിലാക്കിയത്. വിഷൻ 2040 ഭാഗമായി കൂടുതൽ തുറന്നതും സാങ്കേതിക വിദ്യയോട് ചേർന്നതുമായ മാധ്യമ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഒമാന്റെ ലക്ഷ്യം. മാധ്യമ വൈവിധ്യം, സ്വാതന്ത്ര്യം, പത്രപ്രവർത്തകരുടെ സുരക്ഷ എന്നിവ ഉറപ്പാക്കുന്ന സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് രാജ്യത്തിന്റെ മുന്നേറ്റത്തിന് അടിത്തറയാകുന്നത്. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും ആഗോള സുരക്ഷാ വെല്ലുവിളികളും ചർച്ച ചെയ്യാൻ ഒമാൻ വിദേശകാര്യ മന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദി ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസുമായി ടെലിഫോണിൽ ചർച്ച നടത്തി. സമുദ്ര ഗതാഗത സ്വാതന്ത്ര്യം ഉറപ്പാക്കാനും അന്താരാഷ്ട്ര കപ്പൽ പാതകളിലെ സുരക്ഷ ശക്തിപ്പെടുത്താനും അടിയന്തര ഇടപെടൽ ആവശ്യമാണെന്ന് ഇരുവരും പറഞ്ഞു. പ്രാദേശിക സംഘർഷങ്ങൾ കുറയ്ക്കാൻ നയതന്ത്ര നീക്കങ്ങൾ ശക്തമാണെന്നും ചർച്ചയിൽ ആവർത്തിച്ചു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഒമാൻ സ്വീകരിക്കുന്ന നിലപാടുകളെയും മധ്യസ്ഥ ശ്രമങ്ങളെയും UN സെക്രട്ടറി ജനറൽ പ്രശംസിച്ചു. US ഇറാൻ ചർച്ചകളിലെ പുരോഗതിയും ഗാസ, ലെബനൻ എന്നിവിടങ്ങളിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാനുള്ള വഴികളും ചർച്ചാ വിഷയമായി. മേഖലയിൽ വെടിനിർത്തൽ നടപ്പാക്കാനും സംഘർഷങ്ങൾ കുറയ്ക്കാനുമായി അമേരിക്ക, ബ്രിട്ടൻ, ഇറാൻ, സൗദി അറേബ്യ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരും കഴിഞ്ഞ ദിവസങ്ങളിൽ ഒമാൻ വിദേശകാര്യ മന്ത്രിയുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ഒമാൻ വിഷൻ 2040 ഭാഗമായി സുൽത്താനേറ്റിൽ നടപ്പാക്കി വരുന്ന ഡിജിറ്റൽ പരിവർത്തന പദ്ധതികൾ വൻ വിജയത്തിലേക്ക്. പുതിയ കണക്കുകൾ പ്രകാരം ഒമാന്റെ ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ ഏകദേശം 3 ബില്യൺ ഒമാനി റിയാലെത്തി. പശ്ചിമേഷ്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിലൊന്നായി ഒമാൻ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് അന്താരാഷ്ട്ര സാമ്പത്തിക ഏജൻസികൾ വിലയിരുത്തുന്നു. ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലും സർക്കാർ സേവനങ്ങൾ വ്യാപകമായി ഓൺലൈൻ സംവിധാനങ്ങളിലേക്ക് മാറ്റുന്നതിലും ഒമാൻ കൈവരിച്ച പുരോഗതി ശ്രദ്ധേയമാണ്. 2025-26 കാലയളവിൽ 3.5 മുതൽ 3.7% വരെ സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്നാണ് പ്രവചനം. എണ്ണ ഇതര മേഖലയിലെ വളർച്ച രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. ഇ-കൊമേഴ്സ് രംഗത്താണ് ഏറ്റവും വലിയ കുതിപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തിന്റെ ഡിജിറ്റൽ ഇടപാടുകൾ 2024 67.5 ദശലക്ഷത്തിൽ നിന്ന് 2025 168.8 ദശലക്ഷമായി ഉയർന്നു. ഏകദേശം 150% വർധനയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളിലേക്കുള്ള ജനങ്ങളുടെ വിശ്വാസവും ക്യാഷ്ലെസ് ഇടപാടുകളുടെ വർധനവും ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണങ്ങളാണ്. സർക്കാർ സേവനങ്ങളുടെ ഡിജിറ്റലൈസേഷനിൽ ഒമാൻ 94% പുരോഗതി കൈവരിച്ചു. കഴിഞ്ഞ 4 വർഷത്തിനിടെ 2000-ലധികം സർക്കാർ സേവനങ്ങൾ പൂർണ്ണമായും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലേക്ക് മാറ്റി. IT മേഖലയിലെ സ്വദേശിവൽക്കരണവും ഉയർന്നു വരുന്നു. മക്കീൻ പോലുള്ള പദ്ധതികളിലൂടെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങളും സൃഷ്ടിക്കപ്പെടുന്നു. കമ്മ്യൂണിക്കേഷൻ രംഗത്തും ഒമാൻ വലിയ മുന്നേറ്റമാണ് കൈവരിച്ചത്.
രാജ്യത്തെ ജനസംഖ്യയുടെ 99% മൊബൈൽ ബ്രോഡ്ബാൻഡ് ലഭ്യമാണ്. കൂടാതെ ഭൂരിഭാഗം വീടുകളിലും 5G അല്ലെങ്കിൽ ഫൈബർ ഒപ്റ്റിക്സ് വഴി അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കിയിട്ടുണ്ട്. വേൾഡ് ബാങ്കിന്റെ ഡിജിറ്റൽ ഗവൺമെന്റ് സൂചികയിൽ ലോകത്തിലെ മുൻനിര രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചതും അന്താരാഷ്ട്ര മത്സരക്ഷമതയിൽ മുന്നേറിയതും ഒമാന്റെ ഡിജിറ്റൽ ശക്തിയെ വ്യക്തമാക്കുന്നു. നിലവിൽ GDP-യുടെ 2 മുതൽ 3% വരെയാണ് ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ വിഹിതം. 2040 ഇത് 10% ഉയർത്താനാണ് ലക്ഷ്യം. മസ്കത്ത് മുനിസിപ്പാലിറ്റിയിലെ അൽ ഖുവൈർ മേഖലയിലെ സർവീസ് റോഡ് 2 ദിവസത്തേക്ക് അടച്ചിടും. സുൽത്താൻ കാബൂസ് സ്ട്രീറ്റിന് സമീപമുള്ള ഭാഗമാണ് വെള്ളി ശനി ദിവസങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അടച്ചിടുന്നത്. റോഡ് നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഈ താൽക്കാലിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.